സ്വീഡിഷ് എഴുത്തുകാരിയായ സെൽമ ലാഗർലോഫിന്റെ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഹൃദയസ്പർശിയായ പ്രസംഗത്തിന്റെ സമ്മറിയാണ് ഈ വീഡിയോയിലുള്ളത്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ വനിതയാണ് സെൽമ ലാഗർലോഫ്. 1909 അവർക്ക് നൊബേൽ ലഭിച്ചത്. ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ് ബെർലിംഗ്, ദി ഇൻവിസിബിൾ ലിങ്ക്സ് എന്നിവയാണ് അവരുടെ ശ്രദ്ധേയമായ പുസ്തകങ്ങൾ. 1940 മാർച്ച് 16 അവർ അന്തരിച്ചു. ഈ പ്രസംഗത്തിന്റെ ഇംഗ്ലീഷ് സമ്മറി വേണ്ടവർക്ക് അത് ടെക്സ്റ്റായി നൽകിയിട്ടുണ്ട്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം സ്വീകരിക്കുന്നതിനു വേണ്ടി സ്റ്റോക്ക്ഹോമിലേക്കുള്ള തന്റെ ട്രെയിൻ യാത്രയെക്കുറിച്ചുള്ള ചിന്തനീയമായ ഒരു ഭാഗമാണ് സെൽമ ലാഗർലോഫിന്റെ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. തിരക്കില്ലാത്ത ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ അവൾക്ക് മനഃശാന്തി അനുഭവപ്പെടുന്നു. അവൾ ചിന്തകളിൽ മുഴുകുന്നു. ട്രെയിനിന്റെ സാവധാനത്തിലുള്ള ചലനം സ്റ്റോക്ക്ഹോമിലേക്കുള്ള മുൻ യാത്രകളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു. അവ പരീക്ഷ എഴുതാനും മറ്റുമുള്ള സമ്മർദ്ദം നിറഞ്ഞ യാത്രകളായിരുന്നു. ഇത്തവണ അഭിമാനകരമായ ഒരു അവാർഡ് സ്വീകരിക്കാൻ പോകുന്നതിനാൽ അവൾക്ക് ഉത്കണ്ഠയുണ്ട്, പക്ഷേ അവൾക്ക് സന്തോഷവുമുണ്ട്. യാത്രയ്ക്കിടയിൽ തന്റെ പുരസ്കാരലബ്ധിയിൽ ഇഷ്ടജനങ്ങൾ, പ്രത്യേകിച്ച് അമ്മ, എത്രമാത്രം അഭിമാനിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നു. എന്നിരുന്നാലും ഏറ്റവും സന്തോഷവാനായിരിക്കുമായിരുന്ന അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അവൾക്ക് സങ്കടമുണ്ട്. പകൽക്കിനാവിൽ മുഴുകിയ അവൾ തന്റെ പിതാവിനെ പറുദീസയിൽ കണ്ടുമുട്ടുന്നതായി സങ്കൽപ്പിക്കുന്നു. അദ്ദേഹം ഒരു വരാന്തയിലിരുന്നു വായിക്കുകയാണ്. അവളെ കാണുമ്പോൾ അദ്ദേഹം അവളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും എന്തിനാണ് അവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ള നിരവധി കടപ്പാടുകളെ കുറിച്ച് അവൾ അദ്ദേഹത്തോട് പറയുന്നു. ഈ കടപ്പാട് പണത്തിന്റെ രൂപത്തിലല്ല, മറിച്ച് സാഹിത്യത്തോടുള്ള അവളുടെ സ്നേഹത്തെ ഇൻസ്പയർ ചെയ്തവരോടുള്ള നന്ദി. അതിൽ പല വിധത്തിലായി അവളെ സ്വാധീനിച്ച നിരവധി പേരുണ്ട്. സംഗീതത്തിലൂടെയും കഥകളിലൂടെയും അവളെ സ്വാധീനിച്ച തന്റെ അച്ഛനുൾപ്പെടെ വിവിധ ആളുകളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് അവൾ. എല്ലാവരോടും അവൾക്ക് നന്ദിയുണ്ട്. അവൾ തന്റെ അച്ഛനോടുള്ള സാങ്കല്പിക സംഭാഷണം തുടരുമ്പോൾ തന്നെ പിന്തുണയ്ക്കുകയും തന്റെ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും അവൾ നന്ദി പറയുന്നു. അവളുടെ കടബാധ്യതകളെ കുറിച്ചറിഞ്ഞ അവളുടെ അച്ഛൻ ഗൗരവത്തിലാവുന്നു. ലോകമെമ്പാടുമുള്ള സുഹൃത്തുക്കളും വായനക്കാരും വിമർശകരും തന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അവൾ വിശദീകരിക്കുന്നു. അത്തരം ഭീമമായ കടങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും എന്നതിനെക്കുറിച്ച് അവൾ തന്റെ അച്ഛനോട് ഉപദേശം തേടുന്നു. ചിന്താധീനനായ അവളുടെ അച്ഛൻ ഈ കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് അംഗീകരിക്കുന്നു. പക്ഷേ ഇനിയും ഇത്തരം കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുന്നു. അപ്പോൾ സെൽമ ഏറ്റവും വലിയ കടപ്പാടിനെക്കുറിച്ച് പറയുന്നു, നോബൽ സമ്മാനമെന്ന ബഹുമതിയെക്കുറിച്ച്. ഇതു കേട്ട അവളുടെ അച്ഛന്റെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ നിറയുന്നു. പരിഹരിക്കാനാകാത്ത കടപ്പാടുകളെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നു പറഞ്ഞ് അദ്ദേഹം അവളെ ആശ്വസിപ്പിക്കുന്നു. അവളുടെ നേട്ടം ആഘോഷിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. നന്ദിയുടെ ഈ അഗാധമായ കടങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നതിന് മികച്ച ഒരുത്തരം കണ്ടെത്താനാകാതെ എല്ലാവരെയും സ്വീഡിഷ് അക്കാദമിയിലേക്ക് ഒരു ടോസ്റ്റിൽ ചേരാൻ ക്ഷണിച്ചുകൊണ്ട് സെൽമ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതോടെ ഈ നരേറ്റീവ് അവസാനിക്കുന്നു. Thank you for watching this video. Bye.